ഹായ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ 2025 KVS NVSന്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമ്മുടെ സഹകാരിയിൽ അതിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ടയർ 1 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ KVS NVSന്റെ കോച്ചിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം കടക്കാം, അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെയും അതുപോലെ നവോദയ വിദ്യാലയങ്ങളിലേക്കുമുള്ള ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ വേക്കൻസിയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെയും പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് നമ്മുടെ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള വേക്കൻസികളെ കുറിച്ചാണ് കേട്ടോ. ആദ്യമായി തന്നെ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് 3 വെബ്സൈറ്റുകൾ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആദ്യത്തേത് നമ്മുടെ CBSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്കിത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ KVയുടെ അല്ലേ, കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ KV സംഗതം എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. അതുമല്ല എങ്കിൽ നവോദയയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴിയും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു രീതിയിലൂടെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആരും മറക്കണ്ട, CBSEയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെ, അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ KVയുടെ KV സംഗതം എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റിലൂടെ, അതുപോലെ നവോദയയുടെ സൈറ്റിലൂടെ, ഈ 3 രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തെ 1288 കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കും അതുപോലെ 653 ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്കുമാണ് ഇതുവഴിയുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കേട്ടോ. അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത് 14 നവംബർ 14 തന്നെ ഓപ്പൺ ആയിരിക്കുകയാണ്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ആലോചിക്കുക, ഡിസംബർ 4 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനുള്ള സമയമുണ്ട്. ഡിസംബർ 4 വരെ കേട്ടോ. ഡിസംബർ 4 11:50 PM വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് എന്നാണ്? ഡിസംബർ 4-നാണ്. ആരും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഫീ ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്നതും 14 നവംബറിന് തന്നെയായിരുന്നു. അത് ഓൾറെഡി ഓപ്പൺഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവസാന നിമിഷം വരെ നോക്കിയിരിക്കാതെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പോസ്റ്റുകളെന്ന് നോക്കാം. ഫസ്റ്റത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് PGTs ഇൻ KVs ആണ്. നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ വേക്കൻസി. പ്രധാനമായിട്ടും ഹിന്ദിയിൽ കണ്ടോ, ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആകെ 124 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 164 വേക്കൻസി ഉണ്ട്. ആ 164 വേക്കൻസി ഇംഗ്ലീഷിലെന്ന് പറയുമ്പോൾ അതിൽ തന്നെ നോക്കിയടാ, EWSൽ 16 അല്ലേ, OBCയിൽ 44, SCയിൽ 24, STയിൽ 12, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ആകെ 164 വേക്കൻസിയാണ് ഇംഗ്ലീഷിനുള്ളത് കണ്ടോ. അതുപോലെ ഓരോ സബ്ജക്റ്റിനെയും കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ് കണ്ടോ, ഫിസിക്സിന്റെ 213, കെമിസ്ട്രിയുടെ 204, അങ്ങനെ ആകെ 1465 വേക്കൻസികളാണ് എവിടെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ PGT റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. PGTയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോക്കിയേട്ടാ, നമ്മുടെ നവോദയ വിദ്യാലയങ്ങളിലെ വേക്കൻസി കണ്ടോ. അവിടെ ഹിന്ദിക്കാണെങ്കിൽ 127 വേക്കൻസി, ഇംഗ്ലീഷിന് 146, കെമിസ്ട്രിക്ക് 121, കോമേഴ്സിന് 43, അങ്ങനെ വന്ന് ആകെ 1513 വേക്കൻസികളാണ് നമുക്ക് എവിടെ NVSൽ അഥവാ നമ്മുടെ നവോദയ വിദ്യാലയങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് നമ്മുടെ PGTയുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം നോക്കാം. നോക്കിയടാ, ഫസ്റ്റത്തത് ഒന്നുകിൽ ഒരു ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഫ്രം NCTE യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്താണ്, ഇപ്പോൾ അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ PGയും അതുപോലെ BEd കൂടി ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഒരു അഗ്രിഗേറ്റഡ് PG + BEd ആയിട്ടുള്ള ആ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ എന്താണ്, മാസ്റ്റർ ഡിഗ്രി ഇൻ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു മാസ്റ്റർ ഡിഗ്രി, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ MSc ഫിസിക്സ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ കോമേഴ്സ് ആണെങ്കിൽ MCom ഉണ്ടായിരിക്കണം അല്ലെ, അതുപോലെ MSc മാത്സ്, അങ്ങനെ മാസ്റ്റർ ഡിഗ്രി എന്തായാലും ഉണ്ടായിരിക്കണം. ആൻഡ് BEd ഡിഗ്രി ഫ്രം അല്ലെ, അതോടൊപ്പം തന്നെ BEd. അതായത് വിശദമായിട്ട് പറഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രി PG പ്ലസ് എന്താണ് BEd, അതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. PG + BEd, ഒന്നുകിൽ PG + BEd, അതല്ല എങ്കിൽ എന്താണ് ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതായത് NCTയിൽ നിന്ന് ഒരു 50% മാർക്കോട് കൂടി നമ്മുടെ PGയും BEd കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അത് പാസ്സായിരിക്കണം. ഇതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതുമല്ല എങ്കിൽ വേറെ ഒന്നുകൂടി പറയുന്നുണ്ട്, എന്താണ്, ഒരു ഇന്റഗ്രേറ്റഡ്
ഡിഗ്രി വേണം. എത്ര? 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയും അതോടൊപ്പം തന്നെ അതിലൊരു 50% മാർക്കും. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഫിഷ്യൻസി ടു ടീച്ച് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയത്തിലും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയിരിക്കണം അല്ലേ? നമുക്കറിയാം അവിടെയൊക്കെ കൂടുതലും എന്താണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ നവോദയ വിദ്യാലയങ്ങളിലൊക്കെ ആകുമ്പോൾ എന്താണ് നമ്മുടെ ഹിന്ദി ലാംഗ്വേജ് കൂടി മാൻഡേറ്ററി ആണ്. അപ്പോൾ അതിലൊരു പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നീട് പറയുന്നത് ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. കണ്ടോ, അപ്പർ ഏജ് ലിമിറ്റ് നോട്ട് എക്സീഡിങ് 40 years, അതായത് 40 വയസ്സാണ് അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മുടെ വുമൻസിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ, അതായത് 50 വയസ്സ് വരെയൊക്കെ പറ്റും, അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ അതിന്റെ പേ സ്കെയിൽ വരുന്നത് എത്രയാണ്? 47,600 മുതൽ 1,51,100 അല്ലെ, അത്രയുമാണ് അതിന്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ PGTയുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അതിന്റെ പേ സ്കെയിലും ഏജ് ലിമിറ്റും ഒക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തൊരു പോസ്റ്റ് ആണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അഥവാ TGTs ഇൻ KVs. കണ്ടോ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. അപ്പോൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് നമ്മുടെ ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്കൃത്, സോഷ്യൽ അങ്ങനെ ഓരോ സബ്ജക്റ്റിലായിട്ട് ആകെ നമുക്ക് 2,794 വേക്കൻസികളാണ് എവിടെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് KVSൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, 2,794. അതുപോലെ ഈ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് നമ്മുടെ നവോദയ വിദ്യാലയങ്ങളിലാണെങ്കിൽ ഓരോ സബ്ജക്റ്റിലുമായിട്ട് ആകെ 2,978 വേക്കൻസികളും ഉണ്ട്. അതാണ് പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരുപാട് വേക്കൻസി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. നമ്മുടെ നവോദയ വിദ്യാലയങ്ങളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലുമായിട്ട് PGTക്കും TGTക്കും ഒക്കെ ധാരാളം വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. നന്നായിട്ട് പഠിച്ച് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇനി എന്താണ് TGTയുടെ ക്വാളിഫിക്കേഷൻ? TGTയുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രി വേണം, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രി വേണം. അതുപോലെ BEd ഉണ്ടായിരിക്കണം, CTET ഉണ്ടായിരിക്കണം കേട്ടോ. ഇത് മൂന്നും വേണം. എന്താണ്? ബാച്ചിലർ ഡിഗ്രി, അതോടൊപ്പം ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd പ്ലസ് CTET നിങ്ങൾ പാസ്സായിരിക്കണം. അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. അതിന്റെ പേ സ്കെയിലും വരുന്നത് 44,900 മുതൽ 1,42,400 വരെയാണ് കണ്ടോ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 35 വയസ്സ് വരെ ഉള്ളൂ കേട്ടോ. എന്താണ്? TGTയുടെ ക്വാളിഫിക്കേഷൻ 35 വയസ്സ് വരെ ഉള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ PGTക്ക് ആയിരുന്നെങ്കിൽ 40 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ വുമൻസിനാണെങ്കിൽ 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 50 വയസ്സ് വരെ എഴുതാം കേട്ടോ. അതാണ് ആ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. അടുത്തത് മോഡ് ഓഫ് സെലക്ഷൻ ആണ്. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിന് ഒരു 2 ടയർ എക്സാംസ് വരുന്നുണ്ട്, Tier 1ഉം Tier 2. അതോടൊപ്പം തന്നെ ഒരു ഇന്റർവ്യൂവും വരുന്നുണ്ട് കേട്ടോ. അതായത് Tier 1 ക്വാളിഫൈ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് Tier 2ലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. Tier 2ൽ വരുമ്പോൾ അവിടെ Tier 2ന്റെ ഒരു എക്സാം ഉണ്ടാവും, ഒരു ഇന്റർവ്യൂ എക്സാമും ഉണ്ടാവും. ഓക്കെ, ഈ Tier 2ന്റെ എക്സാമിൽ നമുക്ക് ആകെ ഒരു 100 മാർക്കിനാണ്. അതിൽ 60 മാർക്കിന് നിങ്ങൾക്ക് എന്താണ് ഒബ്ജക്റ്റീവ് എക്സാമും 40 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് എക്സാമും ആണ് വരുന്നത്. ഇനി നമ്മുടെ Tier 1ന്റെ സിലബസിലേക്ക് കിടക്കാം. എന്നാൽ Tier 1 എക്സാം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പ്രിലിമിനറി എക്സാം ആണ്. അതൊരിക്കലും സബ്ജക്റ്റ് സ്പെസിഫൈഡ് അല്ല കേട്ടോ. അപ്പോൾ അതിലെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വരുന്ന ആ ഒരു ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ജനറൽ റീസണിങ് വരുന്നുണ്ട്. റീസണിങ് കണ്ടോ, റീസണിങ് ഒരു 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 60 മാർക്കിന് കണ്ടോ, 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതായത് ആകെ 60 മാർക്കിന്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ റീസണിങ് 60 മാർക്കിന്. അതുപോലെ ന്യൂമറിക് എബിലിറ്റി അറിയാലോ, മാത്സ് അല്ലെ, മാത്തമാറ്റിക്സ് എത്ര, അതും 20 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട് 60 മാർക്കിന്. പിന്നീട് ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി, അതും 60 മാർക്കിനാണ്. GK ജനറൽ നോളജും 60 മാർക്കിനാണ്. പിന്നെ ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് ഇംഗ്ലീഷ് അല്ലെ, അതും 30 മാർക്കിനാണ് കേട്ടോ. അതായത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുള്ളൂ. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട് ആകെ 30 മാർക്കിനായിരിക്കും ഇംഗ്ലീഷ് വരുന്നത്. അതുപോലെ തന്നെ ദ ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് 1 അതർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. അതായത് അതിൽ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ ഇപ്പോൾ നമ്മുടെ മലയാളം ഉണ്ട്, അതുപോലെ തന്നെ തമിഴുണ്ട്, അതുപോലെ ഗുജറാത്തി, ആസാമീസ്, അങ്ങനെ പല പല ഭാഷകളുണ്ട്. നമുക്കത് ചൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതും എന്താണ് 10 ക്വസ്റ്റ്യൻസ് ആകെ 30 മാർക്കിനാണ്. അങ്ങനെ ടോട്ടല് 300 മാർക്കിനായിരിക്കും നമ്മുടെ പ്രിലിംസിന്റെ എക്സാം അല്ലെങ്കിൽ Tier 1 എക്സാം വരുന്നത്. ഓക്കെ അല്ലേ?
അതായത് ടയർ 1 എക്സാം നമുക്ക് എന്താണ് ഇത്രയും ഫാക്ട് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ടയർ 2ലേക്ക് വരുമ്പോൾ മാത്രമേ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അതിന്റെ മാർക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. എടാ നമ്മുടെ എക്സാമിന് ഇപ്പൊ പറഞ്ഞു 20 ക്വസ്റ്റിന് ഇപ്പം റീസണിങ്ങിന് ഉണ്ടായിരിക്കും. ആ റീസണിങ്ങിന് 20 ക്വസ്റ്റിന് 60 മാർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതം ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അതായത് ഒരു ശരി ഉത്തരത്തിന് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഒരു ശരി ഉത്തരത്തിന് 3 മാർക്ക്. ഒരു ഉത്തരം തെറ്റിപ്പോവുകയാണെങ്കിൽ ഈ കിട്ടിയ 3 മാർക്കിന്റെ 1/3 കുറയും. കിട്ടിയ 3 മാർക്കിന്റെ 1/3 കുറയും. 3ന്റെ 1/3 എന്ന് പറയുമ്പോൾ എന്താ? 1 അല്ലേ? അതായത് ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യും, കുറയും കേട്ടോ. അപ്പോൾ ഒരു ശരി ഉത്തരത്തിന് 3 മാർക്കും തെറ്റുത്തരത്തിന് 1 മാർക്ക് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ടയർ 1ന്റെ ആ ഒരു മാർക്കിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനും അതിന്റെ കട്ടിങ്ങും ഒക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ടയർ 2 എക്സാം. അപ്പോൾ ഈ ടയർ 1ന് ക്വാളിഫൈ ആവുന്ന ആൾക്കാരെയാണ് ഞാൻ പറഞ്ഞു ടയർ 2ലേക്ക് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ടയർ 2ലേക്ക് വരുമ്പോൾ അത് എക്സാം നമുക്കൊരു 2.5 മണിക്കൂറത്തെ എക്സാം ആണ് വരുന്നത്. 2.5 മണിക്കൂർ പരീക്ഷയാണ്. അതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഒബ്ജക്റ്റീവ് ടൈപ്പ് 60 ക്വസ്റ്റ്യനും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് 10 ക്വസ്റ്റ്യനുമാണ് ഉള്ളത്. എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ്? 60 ക്വസ്റ്റ്യനും ഡിസ്ക്രിപ്റ്റീവ് 10 ക്വസ്റ്റ്യനും. ഈ ഒബ്ജക്റ്റീവ് 60 ക്വസ്റ്റ്യന് എത്രയാണ്? 60 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് 60 മാർക്കും. ഡിസ്ക്രിപ്റ്റീവിനാണെങ്കിലോ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചിട്ട് 40 മാർക്കിനായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് എക്സാം വരുന്നത്. അങ്ങനെ ആകെ നമുക്ക് 100 മാർക്കിനാണ് എക്സാം വരുന്നത്. 60 മാർക്കിന് ഒബ്ജക്റ്റീവും 40 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവും ആണ്. ഇനി അവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? അവിടെ ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്കാണ് കിട്ടുന്നത്. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് കിട്ടും. ഒരു ഉത്തരം തെറ്റിപ്പോകുമ്പോൾ അതിന്റെ 1/4 അങ്ങ് കുറയും. കണ്ടോ? അപ്പോൾ ഒരു ഉത്തരം ശരിയായി മാറി. ഇനി അടുത്തൊരു തെറ്റ് വരുമ്പോൾ ആ നേരത്തെ കിട്ടിയതിന്റെ 1/4 മാർക്ക് കുറഞ്ഞിട്ടായിരിക്കും പിന്നീട് വരുന്നത്. മനസ്സിലായോ? അതായത് ഓരോ തെറ്റുത്തരത്തിനും 1/4 അഥവാ 0.25 മാർക്ക് വീതം കുറയുമെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ടയർ 2ന്റെ എന്താണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് സിലബസ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു നമ്മുടെ ടയർ 1 എക്സാമിന് ജനറൽ റീസണിംഗ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് റീസണിങ്ങിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്ന ആ ഒരു ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്, ഡയറക്ഷൻ സെൻസ് വരുന്നുണ്ട്, അരിത്മെറ്റിക് നമ്പർ സീക്വൻസ്, ബ്ലഡ് റിലേഷൻസ്, ഓർഡർ ആൻഡ് റാങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ലോജിക്കൽ പ്രോബ്ലം, അനലോഗീസ്, മിറർ വാട്ടർ ഇമേജസ്, സ്പേഷ്യൽ ഓറിയന്റേഷൻ, സിലോജിസം, അങ്ങനെ ഒട്ടുമിക്ക ടോപ്പിക്കുകളും ആ ഒരു ഏരിയയിൽ കവർ ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് ന്യൂമറിക്കൽ എബിലിറ്റി. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് നമുക്ക് അറിയാം നമ്മുടെ സാധാരണ ഒരു എക്സാമിന്റെ മാത്സിന്റെ പോർഷൻസ് അല്ലെ. ഒരു PSC ആണെങ്കിലും SSC ആണെങ്കിലും നമ്മുടെ ഒരു മാത്സിന്റെ സാധാ പോർഷൻസ് ആണ്. HCF, LCM, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, വർക്ക്, സ്പീഡ്, ടൈം, സിംപ്ലിഫിക്കേഷൻ, അത്തരം പോർഷൻസ് എല്ലാം നമുക്ക് വരുന്നത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റിയിലാണ്. അതുപോലെ ഒന്നാണ് കമ്പ്യൂട്ടർ ലിറ്ററസി. ഇപ്പൊ കമ്പ്യൂട്ടർ ലിറ്ററസിയിൽ വരുന്നത് നമ്മുടെ ഫയൽ സിസ്റ്റംസ്, റാം, റോം അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ആപ്ലിക്കേഷൻസ് ഓഫ് IT, ഇ-ഗവേൺസ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, IT ആക്ടുകൾ, IO ഡിവൈസുകൾ, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അങ്ങനെ എല്ലാം വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ലിറ്ററസിയിലാണ്. പിന്നീട് വരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ നമുക്കറിയാം എന്താണ് വൊക്കാബുലറിയും ഗ്രാമറും അല്ലെ. ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് വരുന്നത് പ്രധാനമായിട്ടും റീഡിംഗ് കോംപ്രഹെൻഷൻസ്, അതുപോലെ ടെൻസുകൾ, ജംബിൾ സെന്റൻസ്, ജംബിൾ വേർഡ്സ് അല്ലെ, ഇഡിയംസ്, സെന്റൻസ് കംപ്ലീഷൻ, ഷഫ്ലിംഗ് സെന്റൻസസ്, ആർട്ടിക്കിൾസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, അങ്ങനെ ഉള്ള ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഇംഗ്ലീഷിന്റെ പോർഷനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടയർ 1 എക്സാമിന്റെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സഹകാരി റേസ് പ്ലസിൽ ഇതിന്റെ ടയർ 1 എക്സാമിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്രയും വേഗം, അതായത് ജോയിൻ ചെയ്യാനുള്ളവരെല്ലാവരും എത്രയും വേഗം ജോയിൻ ചെയ്യൂ. കാരണം നമ്മുടെ എക്സാം വളരെ വളരെ അടുത്താണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ എക്സാം സീരീസുകളുണ്ട്, നമുക്ക് മോഡൽ എക്സാമുകളുണ്ട്. എല്ലാ വീക്കിലും നമുക്ക് മോഡൽ എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് KVS NVS എന്ന് ടൈപ്പ് ചെയ്യുക. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് KVS NVS എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുള്ള ഒരു നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക് യു.